മെഡിക്കൽ കോളേജ് വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെയോ സർക്കാരിനെതിരെയോ എന്നതല്ല, ഈ കാസർഗോഡത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീര് കണ്ടില്ലെന്ന് നടിക്കുന്നവർക്കെതിരെയാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അല്ല, അതിൽ മന്ത്രി ഉൾപ്പെടും. അതായത് കാസർഗോട്ടെ ജനങ്ങളുടെ കണ്ണീര് കണ്ടില്ല എന്ന് പറയുമ്പോൾ ആരാണ് കാണേണ്ടത്? അത് ആരോഗ്യമന്ത്രിയാണല്ലോ, അത് വ്യക്തമാണല്ലോ. മന്ത്രി എന്നല്ല, ഇപ്പം വ്യക്തിപരമായി മന്ത്രിയോട് എനിക്ക് നല്ല അടുപ്പമാണ്. വ്യക്തിപരമായി ഒരു സ്പർദ്ധയുമില്ല, ഒരു ഒന്നുമില്ല. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ, വകുപ്പ് മന്ത്രി എന്ന നിലയിൽ, ഇന്നിപ്പോൾ വീണ ജോർജാണ് ആരോഗ്യവകുപ്പ് മന്ത്രി, നാളെ മറ്റൊരാൾ വരികയാണെങ്കിൽ അപ്പോൾ അയാളോടും ആ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. പിന്നെ പൂർത്തിയാക്കാൻ കഴിയാത്ത അങ്ങനെയുള്ളൊരു തോന്നലില്ല വിഷയം. അത് നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാൻ വിചാരിച്ച കാര്യമാണ്. മെഡിക്കൽ കോളേജ് 2013 അന്ന് ഞാൻ ആദ്യമായി MLA അവസരമായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് തറക്കല്ലിട്ടത്. ആ കോളേജിൻ്റെ നിർമ്മാണം ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതിലെനിക്ക് ഖേദമുണ്ട്. ഒരുപാട് ഇൻ്റർവെൻഷൻ, ഒരുപാട് ഇടപെടൽ ഞാൻ അസംബ്ലിക്ക് അകത്തും പുറത്തും നടത്തിയിട്ടുണ്ട്. ഏത് അസംബ്ലി സമ്മേളനത്തിൻ്റെ റെക്കോർഡ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും കാസർഗോഡിൻ്റെ MLA എന്ന നിലയിൽ ഞാൻ മെഡിക്കൽ കോളേജിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടം, അതുപോലെ തന്നെ ഇടപെടൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടോ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ നടപടി ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ആരോഗ്യ വകുപ്പ് മന്ത്രി ഏത് ചോദ്യം ചോദിച്ചാലും, സബ്മിഷൻ ഉന്നയിച്ചാലും, ശ്രദ്ധ ക്ഷണിക്കൽ ഉന്നയിച്ചാലും വളരെ സന്തോഷിപ്പിക്കുന്ന മറുപടി തരുമെന്നല്ലാതെ ആ സന്തോഷം ഈ പ്രാവർത്തികമാകുന്നില്ല. നല്ല മറുപടി തരും, തീർച്ചയായും അത് പരിഗണിക്കാം, ഉടൻ വേണ്ടുന്നത് ചെയ്യാമെന്ന് പറയും. പക്ഷേ അത് ചെയ്യാറില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് കിബിയിൽ നിന്ന് 160 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. അതിൽ കുറച്ച് പണം കിട്ടിയിട്ടുണ്ട്, ബാക്കി പണം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വർഷം മുമ്പ് നമുക്ക് അഡ്മിഷൻ തുടങ്ങി. 50ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതും നല്ല ഉഷാറുള്ള, നല്ല കഴിവുള്ള, പ്രാപ്തരായ നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ ഇപ്പോൾ ദിവസവും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ദയനീയാവസ്ഥ, അവരുടെ ബുദ്ധിമുട്ട്, പ്രയാസം. അപ്പോൾ ആ കുട്ടികളുടെ ഭാവി, ആ കുടുംബത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ സർക്കാരിൻ്റെ ഇടപെടൽ വേണം. ഞാൻ നാളെ അസംബ്ലി തുടങ്ങുകയാണ്. ഞാൻ ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ മന്ത്രിയെ കണ്ട് പറയും, ഫലമില്ലെങ്കിൽ അപ്പോൾ ഞാൻ ചില നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ഈ പ്രശ്നം ഹൈക്കോടതിയിലും മറ്റും ഉന്നയിച്ച് വേണ്ട തീരുമാനങ്ങൾ ഹൈക്കോടതിയെ കൊണ്ട് എടുപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറെ ഇപ്പോൾ ഇല്ല. അത് ഒരു OP അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നുണ്ട്, ഒരു സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്ക് ഉണ്ടല്ലോ, ക്ലിനിക്ക്. ആ ക്ലിനിക്കിൽ നിന്ന് ജനങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് നമുക്കറിയാമല്ലോ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന ചില സേവനങ്ങൾ കിട്ടുന്നു അല്ലാതെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടേണ്ട ഒരു സേവനവും നമ്മുടെ ജനങ്ങൾക്ക് കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്നില്ല എന്നത് തീർച്ചയായും വളരെ. ഇപ്പോൾ 10 വർഷമായിട്ടും ഈ ഒരു മെഡിക്കൽ കോളേജ് നിർമ്മാണം പൂർത്തീകരിച്ച് കിടത്തി ചികിത്സ ആരംഭിക്കാത്തതിനെതിരായിട്ട് താങ്കൾ ഹൈക്കോടതിയെ സമീപിച്ച് നിയമ നടപടികളുമായി പോകുമെന്ന് വ്യക്തമാക്കും. തീർച്ചയായിട്ടും പോകും. ഇനിയിപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായ അഭിഭാഷകരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടാകും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇനി ആരാണ് ഈ കാസർഗോഡ് മണ്ഡലത്തിൽ MLA എന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. അത് ഞാൻ ജനപ്രതിനിധിയായി എനിക്ക് തുടരാൻ അവസരം കിട്ടിയാലും ഇല്ലെങ്കിലും ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ കാസർഗോട്ടെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന്. അങ്ങനെയുള്ള ഏത് പോരാട്ടവും ജനപ്രതിനിധി അല്ല എങ്കിൽ പോലും ഞാൻ നടത്തും എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.